ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സെഷൻ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്പേഴ്സ്, നമുക്ക് പലതരത്തിലുള്ള നമ്പേഴ്സ് അറിയാം. ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പേ നമുക്ക് ഡിജിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഡിജിറ്റ്സ് എന്താണ്? ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ 10 സംഖ്യകളെയാണ് നമ്മൾ ഡിജിറ്റ്സ് എന്ന് പറയാറ്. ഈ പല ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ഈവൻ നമ്പേഴ്സ് എന്തെന്നാണ്. ഈവൻ നമ്പേഴ്സ് നമുക്കറിയാം, മലയാളത്തിൽ അതിനെ ഇരട്ട സംഖ്യ എന്ന് പറയും. അപ്പോൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6, 8, 10, 12 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സാണ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ ഒറ്റ സംഖ്യ എന്ന് പറയും. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 3, 3, 5, 7, 9 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യ എന്ന് പറയും. ഇനി നമുക്ക് നോക്കേണ്ടത് നാച്ചുറൽ നമ്പേഴ്സ് എന്തെന്നാണ്. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ മലയാളത്തിൽ എണ്ണൽ സംഖ്യ അഥവാ നിസർഗസംഖ്യ എന്ന് പറയാറുണ്ട്. നിസർഗസംഖ്യ എന്ന് പറയാറുണ്ട്. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 മുതൽ 1, 2, 3, 4 അങ്ങനെ ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹോൾ നമ്പേഴ്സ് നമ്മൾ അഖണ്ഡ സംഖ്യ എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ അഖണ്ഡ സംഖ്യ. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജർ നമ്പേഴ്സിനാണ് നമ്മൾ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്. ഇൻറ്റിജർ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര അങ്ങോട്ടും. ഇനി നമുക്കറിയാം, ഇതുപോലെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ നമ്പർ ലൈനൊക്കെ വരയ്ക്കുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും കൂടെ 0യും കൂടെ ചേരുന്നതാണ് ഇൻറ്റിജേഴ്സ് അഥവാ ഇൻറ്റിജേഴ്സിൻ്റെ മലയാളമാണ് പൂർണ്ണസംഖ്യ. അവിടെ നമുക്ക് നോക്കേണ്ടത് റാഷണൽ നമ്പേഴ്സ് എന്തെന്നാണ്. റാഷണൽ നമ്പേഴ്സ് പൊതുവേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. വേർ Q എന്താകാൻ പാടില്ല, 0. അതായത് നമുക്കറിയാം 0 കൊണ്ടുള്ള ഡിവിഷൻ, ഒരു സംഖ്യയെ പോലും നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ P/Q ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് Q 0 ആകാൻ പാടില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 25 എന്ന് പറയുന്ന നമ്പർ റാഷണൽ നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും 25 എങ്ങനെയാണ് നമ്മൾ P/Q ഫോമിൽ എഴുതുന്നത്. അപ്പോൾ 25 നമുക്ക് 25/1 എന്ന് എഴുതാം. അപ്പോൾ അത് P/Q ഫോമിലായി. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി -1 ഒരു റാഷണൽ നമ്പർ ആണോ? ആണ്. -1 എന്ന് പറയുന്നത് -1/1 എന്ന് എഴുതി കഴിയുമ്പോൾ അത് റാഷണൽ നമ്പർ ആവും. അങ്ങനെ ഇനി വേറൊരു നമ്പർ 37/265 ഈ നമ്പറും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. അതായത് ഇൻറ്റിജർ നമ്പേഴ്സ് എല്ലാം എന്ത് തന്നെയാണ്? ഇൻറ്റിജർ നമ്പേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സും ആണ്. ഇനി റാഷണൽ നമ്പേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പം റാഷണലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇറാഷണൽ നമ്പേഴ്സ്. ഒരിക്കലും നമുക്ക് അവരെ P/Q ഫോമിൽ എഴുതാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഇറാഷണൽ നമ്പേഴ്സിന് 2-3 ടിപ്പിക്കൽ എക്സാമ്പിളാണ് √2, √3, √5, √7 ഇതെല്ലാം എന്ത് തന്നെയാണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. ഇനി ഇത് മാത്രമല്ല, ഇറാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് ഇറാഷണൽ തന്നെ കിട്ടും. √2 + √3 എന്ന് പറയുന്ന ഇറാഷണലാണ്. വേറൊരു എക്സാമ്പിൾ 3√3 ഇറാഷണലാണ്. 4√5 ഇറാഷണലാണ്. അപ്പോൾ ഇങ്ങനെ റൂട്ടിനകത്ത് 2, 3, 5 ഇങ്ങനെ വരുന്ന നമ്പേഴ്സിന് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇനി നമുക്ക് നോക്കേണ്ടത് റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ പ്ലസ് ഇറാഷണൽ. അതായത് നമ്മൾ പഠിക്കുന്ന എല്ലാ നമ്പേഴ്സും റാഷണലും ഇറാഷണലും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളതിനെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി റിയൽ നമ്പേഴ്സ് അല്ലാതെ ഒരു സെറ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് കൂടിയുണ്ട്. അത് പൊതുവെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊന്നും കാണാറില്ല. അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ പ്ലസ് റാഷണൽ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സും കൂടെ കൂടുന്നതിനെയാണ്, അല്ലെങ്കിൽ അവർ ഒന്നിച്ച് പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. ഇനി അടുത്ത സെറ്റ് നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിൻ്റെ മലയാളം അഭാജ്യ സംഖ്യകൾ എന്നാണ് പ്രൈം നമ്പേഴ്സിൻ്റെ മലയാളം. ഇനി എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് നോക്കാം. പ്രൈം നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ എഴുതാം. 2, 3, 5, 7, 11, 13,
17, 19 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത? ഈ നമ്പേഴ്സ്, അതായത് 2 എന്ന് പറയുന്ന സംഖ്യ 1 ഇൻറ്റു 2ൽ മാത്രമേ നമുക്ക് 2 കിട്ടാറുള്ളൂ. വേറൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 2 നമുക്ക് കിട്ടാറില്ല. അതുപോലെ 1 ഇൻറ്റു 3 ചെയ്യുമ്പോൾ മാത്രമേ 3 കിട്ടാറുള്ളൂ. 5 1 ഇൻറ്റു 5 ചെയ്യുമ്പോൾ മാത്രമേ 5 ഉള്ളൂ. 1 ഇൻറ്റു 7 ചെയ്യുമ്പോൾ മാത്രമേ 7 ഉള്ളൂ. അതുപോലെയാണ് ഈ എഴുതിയിരിക്കുന്ന മറ്റ് നമ്പേഴ്സ് എല്ലാം 1ൻ്റെ ടേബിളിൽ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1ൻ്റെ ടേബിളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് പ്രൈം എന്ന് പറയാം. ഇനി മാത്തമാറ്റിക്കലി നമുക്ക് പറയണമെങ്കിൽ, ഇപ്പം പ്രൈം നമ്പർ എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ പ്രത്യേകത, ആ നമ്പരും 1 മാത്രമായിരിക്കും അവരുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫാക്ടേഴ്സിൻ്റെ മലയാളം എന്ന് പറയുന്നത് ഘടകങ്ങൾ. എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സംഖ്യ n എന്ന് പറയുന്ന ഒരു സംഖ്യയെ നമുക്ക് a ഇൻറ്റു ബി എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ ഈ എനെയും ബീനെയും പറയുന്ന പേരാണ് ഫാക്ടേഴ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 15 എന്ന് പറയുന്ന സംഖ്യയെ 1 ഇൻറ്റു 15 എന്ന് എഴുതാം, 3 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പോൾ ഈ 15ൻ്റെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1, 3, 5, 15. അപ്പോൾ ഇതാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് എഴുതുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രൈം നമ്പേഴ്സിൽ 1ഉം ആ നമ്പർ മാത്രമായിരിക്കും അവരുടെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്രൈം നമ്പേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ മലയാളം ഭാജ്യസംഖ്യ എന്ന് പറയും, കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പോൾ എന്തായിരിക്കും കോമ്പോസിറ്റ് നമ്പേഴ്സ്? ഈ പ്രൈം നമ്പർ അല്ലാതെ ഉള്ള ബാക്കി എല്ലാ നമ്പേഴ്സും കൂടെ ചേരുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഇപ്പോൾ കോമ്പോസിറ്റ് നമ്പേഴ്സിന് ഇപ്പോൾ ഈ പറഞ്ഞ 15 ഒരു എക്സാമ്പിളാണ്. കാരണം 15ൻ്റെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 15 മാത്രമല്ല, പകരം 3ഉം 5ഉം കൂടിയുണ്ട്. അപ്പോൾ 1ഉം 15ഉം അല്ലാതെ, ഇപ്പോൾ 15ന് എക്സാമ്പിൾ എടുത്ത് പറയുമ്പോൾ 1ഉം 15ഉം അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് 3ഉം 5 എന്ന് പറയുന്ന ഫാക്ടേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് 15 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 21ന് നമുക്ക് 21നെ 1 ഇൻറ്റു 21 എന്ന് എഴുതാം. അതുപോലെ 7 ഇൻറ്റു 3യും 21 ആണ്. അപ്പം 1ഉം 21ഉം കൂടാതെ 21ന് 7ഉം 3ഉം എന്ന് പറയുന്ന ഘടകങ്ങൾ കൂടി ഉണ്ട്. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് 2ലാണ്. ആൻഡ് ഓൾസോ 2 എന്ന് പറയുന്ന നമ്പർ ഈവൻ നമ്പറാണ്. ദ ഓൺലി ഈവൻ പ്രൈം നമ്പറിൻ്റെ കൂട്ടത്തിൽ ഈവനായി കാണുന്ന ഒരൊറ്റ സംഖ്യയേ ഉള്ളൂ. അതേതാണ്? 2 ആണ്. ഇനി കോമ്പോസിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4ലാണ്. 4 ഉണ്ട്, 6, 8, 9, 10 ഇങ്ങനെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റിലോ കോമ്പോസിറ്റ് നമ്പറിൻ്റെ സെറ്റിലോ 1 എന്ന് പറയുന്ന ആൾ വന്നിട്ടില്ല. അപ്പോൾ 1 നമുക്ക് കോമ്പോസിറ്റ് നമ്പറും അല്ല, എന്നാൽ അവർ പ്രൈം നമ്പേഴ്സും അല്ല. അപ്പം 1 ഈസ് നെയ്തർ കോമ്പോസിറ്റ് നോർ പ്രൈം നമ്പർ എന്ന് പറയാറുണ്ട്. കാരണം 1 എന്ന് പറയുന്ന ആൾ ഏത് മാത്രമേ ഉള്ളൂ? 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അതിന് 1 എന്ന് പറയുന്ന ഫാക്ടർ മാത്രമേ ഉള്ളൂ. പ്രൈം നമ്പറിൻ്റെ കൂട്ടത്തിൽ വരണമെങ്കിൽ 1ഉം കൂടാതെ ആ സംഖ്യയും വരണം. കോമ്പോസിറ്റ് നമ്പറിൻ്റെ കൂട്ടത്തിൽ വരണമെങ്കിൽ 1ഉം ആ സംഖ്യ മാത്രമല്ല വേറെ ഏതെങ്കിലും സംഖ്യ കൂടി വന്നാലേ എന്താകത്തുള്ളൂ? കോമ്പോസിറ്റ് നമ്പർ ആകത്തുള്ളൂ. അപ്പോൾ 1നെ സംബന്ധിച്ച് നോക്കുമ്പോൾ 1ൻ്റെ ഫാക്ടറായിട്ട് 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 1 കോമ്പോസിറ്റും അല്ല, 1 പ്രൈം നമ്പർ അല്ല എന്ന് പറയും. നമ്മൾ അടുത്ത് നോക്കുന്നത് ഒരു സംഖ്യയുടെ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ എന്തെന്നാണ്. പ്ലേസ് വാല്യൂവിൻ്റെ മലയാളം എന്ന് പറയുന്നത് സ്ഥാനവില. ആ പേര് തന്നെയുണ്ട്, പ്ലേസ്, സ്ഥാനവില. ആൻഡ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് മുഖവില എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു സംഖ്യ എടുക്കാം, 9873. അപ്പോൾ ഈ സംഖ്യയിൽ 7ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണെന്ന് നോക്കണം. 7 എന്ന് പറയുന്ന ഡിജിറ്റിൻ്റെ പ്ലേസ് വാല്യൂ. അപ്പോൾ നമുക്ക് മലയാളത്തിൽ നമ്മളിങ്ങനെയാണ് എണ്ണുന്നത്, 1, 10, 100, 1000 ഇങ്ങനെ. ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞാൽ യൂണിറ്റ്സ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100 പ്ലേസ് ആൻഡ് 9 വരുന്നത് 1000 പ്ലേസ്. അപ്പോൾ നോക്കൂ, 7 എന്ന് പറയുന്ന സംഖ്യ ഏത് പ്ലേസിലാണ് കിടക്കുന്നത്? ടെൻസ് പ്ലേസിലാണ്. അപ്പോൾ 7ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 70. കാരണം ടെൻസ് പ്ലേസിലായതുകൊണ്ട് 70ഉം. ഇനി 7ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്, ഫേസ് വാല്യൂ അത് തന്നെയായിരിക്കും, 7 തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ 9ൻ്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും? 9 നടക്കുന്ന പൊസിഷൻ തൗസൻഡ്സിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 9ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 9000ഉം ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 9 തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്.
ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വഴിയെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ നമുക്ക് റിസൾട്ട് കൂടെ പറഞ്ഞു പോകാം. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഡിവിസിബിലിറ്റി ടെസ്റ്റാണ്. ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്താണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്നല്ല. അപ്പോൾ ഒരു സംഖ്യ നമുക്ക് തന്നാൽ അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു സംഖ്യയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറ്റും. എന്നാൽ വലിയ വലിയ സംഖ്യയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡിവിഷൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അതിന് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ. ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഒന്നുകിൽ 0യിൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്താണ് മൾട്ടിപ്പിൾ? മൾട്ടിപ്പിളിൻ്റെ മലയാളം അറിയാമോ? മൾട്ടിപ്പിളിൻ്റെ മലയാളമാണ് ഗുണിതങ്ങൾ. അപ്പോൾ നോക്കിക്കോ, നമുക്ക് 2 ഇതൊക്കെ എല്ലാവർക്കും പൊതുവെ അറിയാവുന്നതാണ്. ഇപ്പോൾ 784 ഈ സംഖ്യ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. കാരണം ഈ സംഖ്യ അവസാനിക്കുന്നത് അഥവാ അയാളുടെ യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്നത് 2ൻ്റെ ഒരു ഗുണിതമാണ്. 2ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10. അതായത് 2ൻ്റെ ടേബിളിൽ വരുന്ന ആൾക്കാരാണ് 2ൻ്റെ ഗുണിതങ്ങൾ. ഇനി 500 ഇങ്ങനെ ഒരു സംഖ്യ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതായത് 0യിൽ എൻഡ് ചെയ്യണം. യൂണിറ്റ് പ്ലേസിൽ 0 ആയാലും നമുക്ക് 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ അതിന് തുല്യമായി ഭാഗിക്കുക എന്നർത്ഥം. ഇപ്പം 500ൻ്റെ പകുതി എത്രയാണ്? 500ൻ്റെ പകുതി 250. അപ്പം നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പകുതിയാക്കുക, ആ സംഖ്യയുടെ പകുതി എടുക്കുക എന്നും കൂടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് മീനിങ് ഉണ്ട്. ഇനി 3 കൊണ്ട് ഒരു സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ സംഖ്യയുടെ ഡിജിറ്റുകളെല്ലാം കൂടി കൂട്ടുക. ഒരു എക്സാമ്പിൾ നോക്കാം. 402 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. 402 എന്ന് പറയുന്ന സംഖ്യ നിങ്ങൾ സാധാരണ എങ്ങനെ ഡിവൈഡ് ചെയ്യും? 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 1 വട്ടം 3, ശിഷ്ടം 1, 0 ഇറക്കുക, 3 × 3 9, ശിഷ്ടം 1, 2 ഇറക്കി, 4 3 12. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 4, 0, 2 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടി. 6 എന്ന് പറയുന്ന സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണോ 6? അതല്ലാന്നുണ്ടെങ്കിൽ 3ൻ്റെ ടേബിളിൽ 6 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 4 ഒരു സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കറിയണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ ഒരു സംഖ്യ എക്സാമ്പിൾ തരാം. 372. ഈ 372 എന്ന് പറയുന്ന സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ അവസാനത്തെ 2 ഡിജിറ്റ് നോക്കുക. ഇവിടുത്തെ അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുമ്പോൾ 72 ആണ്. 72 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 1 4 4, ശിഷ്ടം 3, 2 ഇറക്കി, 8 4 32. പറ്റും. അവസാനത്തെ 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഈ സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ആണ്. ഇപ്പം ഇത് കുഞ്ഞു സംഖ്യയാണെന്ന് നിങ്ങൾക്ക് തോന്നും. 72നെ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന അതേ സമയം തന്നെ ആയിരിക്കും 372നെ ഡിവൈഡ് ചെയ്യാൻ എടുക്കുക. അത് വലിയ ജോലിയുള്ള കാര്യമല്ല. പക്ഷേ ഒരു വലിയൊരു സംഖ്യയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് അത് ആ വലിയ സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം അവസാനത്തെ 2 സംഖ്യ എടുത്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പൂർണ്ണമായി ഡിവൈഡ് ആയാൽ, പൂർണ്ണമായി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നത്. അങ്ങനെ പൂർണ്ണമായി നമുക്കതിനെ ഹരിക്കാൻ പറ്റിയാൽ നമുക്കത് 4 ഡിവിസിബിൾ ആണെന്ന് പറയാം. ഇനി 2 ആയി, 3 ആയി, 4 ആയി, അടുത്ത് 5. ഒരു സംഖ്യ 5ൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 5ൽ ഡിവിസിബിൾ ആണെങ്കിൽ എന്തായിരിക്കും? എല്ലാവർക്കും അറിയാം. ഒന്നുകിൽ ആ സംഖ്യ 0ൽ അവസാനിക്കുക, അല്ലെങ്കിൽ ആ സംഖ്യ 5ൽ അവസാനിക്കുക. എങ്കിൽ അത് ഉറപ്പായിട്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് 6. ഒരു സംഖ്യ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 6 കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം? തന്നിരിക്കുന്ന സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആ സംഖ്യയെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. 510 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്.
അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ 2 കൊണ്ട് തീർച്ചയായും ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം 0-ത്തിലാണ് അവസാനിക്കുന്നത്. നമ്മൾ 2ന്റെ ഡിവിസിബിലിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു 0-ത്തിൽ അവസാനിക്കണം എന്ന്. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന നമ്പറിലെ ഡിജിറ്റ്സ് 5, 1, 0 കൂട്ടുക. 5 + 1 6. 6 പൂർണ്ണമായും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ 510 ഏതിൽ ഡിവിസിബിളാണ്? 6ൽ ഡിവിസിബിളാണ്. പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നാൽ 5, 1, 0 കൂട്ടുമ്പോൾ നമുക്ക് 6 കിട്ടും. 6 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് 510 എന്ന് പറയുന്ന നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആണ്. അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 7 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി. തന്നിരിക്കുന്ന സംഖ്യയെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിലൂടെ പറയാം. എക്സാമ്പിൾ 343. ഈ സംഖ്യയെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റ്, അതായത് യൂണിറ്റ്സ് പ്ലേസിലെ ഡിജിറ്റ് എത്രയാണ്? ഇവിടെ 3. ആ 3ന്റെ ഡബിൾ എടുക്കുക. ഡബിൾ ഓഫ് 3, 3ന്റെ ഇരട്ടി. 3ന്റെ ഇരട്ടി എങ്ങനെ എടുക്കും? 2 × 3 6. ഈ 6നെ നമുക്ക് ബാക്കിയുള്ളതിൽ നിന്ന് നിങ്ങൾ ഈ 6 കുറയ്ക്കുക. 34ൽ നിന്ന് 6 കുറയ്ക്കുക. 34ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ 28. 28 7 കൊണ്ട് ഡിവിസിബിൾ ആണോ? ആണ്. 7ന്റെ ടേബിളിൽ 28 ഉണ്ട്. 28 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് 343 ഏതിലെ ഡിവിസിബിൾ ആയിരിക്കും? 7 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. ഇത് കുഞ്ഞു സംഖ്യ ആയതുകൊണ്ടാണ്. ഇനി ഒരു വലിയ സംഖ്യ നമുക്ക് നോക്കാം. അതിനൊരു എക്സാമ്പിൾ 5, 4, 9, 9, 8, 3, 8. ഈ സംഖ്യ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് 7 കൊണ്ട് ഇങ്ങനെ വരച്ച് ചെയ്തുകൊണ്ട് നിൽക്കാൻ ഒരുപാട് സമയമെടുക്കും. അതിന് പകരം നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യയിലോട്ട് എത്തിക്കുന്നത് വരെയും ഈ പറഞ്ഞ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്. തന്നിരിക്കുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 8. 8ന്റെ ഇരട്ടി. 8ന്റെ ഇരട്ടി എത്രയാണ്? 8 × 2 16. മിച്ചമുള്ള, അതായത് 8 ഒഴികെയുള്ള ബാക്കി സംഖ്യയിൽ നിന്ന് 16 കുറയ്ക്കുക. 54, 99, 83ൽ നിന്ന് 16 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമുക്ക് 5, 4, 9, 9, 6, 7. നിങ്ങൾക്ക് കുറയ്ക്കാനും കൂട്ടാനും അറിയാം എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം പറയണം. ഞാൻ ആ ക്ലാസ് കൂടെ എടുക്കും. കുറയ്ക്കാനും കൂട്ടാനും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പം 16 കുറയ്ക്കുമ്പോൾ നമുക്ക് 5, 4, 9, 9, 6, 7 എന്ന് കിട്ടും. ഇനി ഈ സംഖ്യ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് നേരത്തെ എക്സാമ്പിളിൽ ഒരു വട്ടം നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്കൊരു കുഞ്ഞു സംഖ്യ കിട്ടിയത് കൊണ്ട് നമുക്കത് നോക്കാൻ പറ്റി. 7ന്റെ ടേബിളിലുള്ളത് കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റി. എന്നാൽ ഇവിടെ കുറച്ചപ്പോൾ നമുക്ക് വലിയൊരു സംഖ്യയാണ് കിട്ടിയത്. ഇത് 7ന്റെ ടേബിളിലുണ്ടോന്നോ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോന്നോ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ കിട്ടിയ അവസാനത്തെ ഡിജിറ്റ് 7 ആണ്. 7ന്റെ ഇരട്ടി 7 × 2 14 എടുക്കുന്നു. മിച്ചമുള്ള നമ്പർ 5, 4, 9, 9, 6ൽ നിന്ന് നമ്മൾ 14 കുറയ്ക്കുന്നു. 14 കുറയ്ക്കുമ്പോൾ നമുക്ക് 54, 98, 2 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. ഇതും വലിയൊരു സംഖ്യയാണ്. നമുക്ക് അറിഞ്ഞൂടെ 7 പോകുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എഗെയിൻ അവസാനത്തെ ഡിജിറ്റ് 2 എടുക്കുന്നു. 2ന്റെ ഡബിൾ 2 × 2 = 4. ബാക്കിയുള്ളവരിൽ നിന്ന് നമ്മൾ 4 സബ്ട്രാക്ട് ചെയ്യുന്നു. 5, 4, 9, 8ൽ നിന്ന് 4 കുറയ്ക്കുന്നു. നമുക്ക് 5, 4, 9, 4 എന്ന് കിട്ടും. ഇതും വലിയൊരു സംഖ്യയാണ്. എഗെയിൻ നമ്മൾ അവസാനത്തെ ഡിജിറ്റ് എടുക്കുന്നു. 4. 4ന്റെ ഇരട്ടി കണ്ടുപിടിക്കുക. 4 × 2 8. 4 ഒഴികെയുള്ള ബാക്കി നമ്പർ 5, 4, 9. 5, 4, 9ൽ നിന്ന് നമ്മൾ 8 കുറയ്ക്കുന്നു. നമുക്ക് 5, 4, 1 എന്ന നമ്പർ കിട്ടുന്നു. ഇതും വലിയൊരു നമ്പറാണ്. 7ന്റെ ടേബിളിലുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. എഗെയിൻ നമ്മൾ അവസാനത്തെ ഡിജിറ്റ് എടുക്കുന്നു. 1. 1ന്റെ ഇരട്ടി 2. 1ന്റെ ഇരട്ടി 1 × 2 2. നമ്മൾ ബാക്കിയുള്ള 54ൽ നിന്ന് 2 കുറയ്ക്കുന്നു. നമുക്ക് ഉത്തരം 52 എന്ന് കിട്ടുന്നു. 52 എന്ന് പറയുന്ന നമ്പർ 7ന്റെ ടേബിളിലില്ല. അല്ലെങ്കിൽ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റാത്തൊരു നമ്പറാണ് 52. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ 5, 4, 9, 9, 3, 8, 3 എന്ന് പറയുന്ന സംഖ്യ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് 7ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. അടുത്ത നമ്മൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കുന്നത് 8. ഒരു സംഖ്യയെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ നമ്മൾ അവസാനത്തെ 3 ഡിജിറ്റ്സ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അവസാനത്തെ 3 ഡിജിറ്റ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ആ സംഖ്യ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയാം.
5, 2, 4, 8 ഈ സംഖ്യ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. പറ്റുമോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ 3 അക്കം എടുക്കുക. 3 ഡിജിറ്റ്സ് എടുക്കുമ്പോൾ 248. ഇത് 8 കൊണ്ട് പൂർണ്ണമായി ഭാഗിക്കാൻ പറ്റുമല്ലോ. 8 3 24, ശിഷ്ടം 8, 1 8 8. അപ്പോൾ അവസാനത്തെ 3 ഡിജിറ്റ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നിരിക്കുന്ന 5248 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണമായും 8 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് നോക്കേണ്ടത് 9. 3ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് പറഞ്ഞതുപോലെ തന്നെയാണ് 9ൻ്റെയും. 9ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പോൾ 576 എന്ന് പറയുന്ന സംഖ്യ, ഇത് നമുക്ക് 9 പോകുമോ എന്ന് അറിയണം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഈ 3ൻ്റെ ഡിവിസിബിലിറ്റി പറഞ്ഞതുപോലെ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 18 എന്ന് കിട്ടും. 5 + 7 + 6 കൂട്ടുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. 18 9ൻ്റെ ടേബിളിലുണ്ടോ? 9ൻ്റെ ടേബിളിലുണ്ട്. അതായത് 18നെ 9 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഉത്തരം 2 എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് 576നെയും എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റുള്ള നമുക്ക് 11 വരെയുള്ള ഡിവിസിബിലിറ്റി നോക്കണം. 10 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ ഡിജിറ്റ് 0യിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റ് 0യിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് 10 കൊണ്ട് നമുക്ക് ആ സംഖ്യയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് 11. 11ൻ്റെ ഡിവിസിബിലിറ്റി തന്നിരിക്കുന്ന സംഖ്യയെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ നമുക്ക് എക്സാമ്പിളിലൂടെ പഠിക്കാം. ആദ്യത്തെ എക്സാമ്പിൾ 1573. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത്, ഇപ്പോൾ 1 സംഖ്യ എടുത്താൽ അത് വിട്ടിട്ട് അടുത്ത ഓഡ് പ്ലേസസിലുള്ള സംഖ്യകൾ 1ഉം 7ഉം കൂടി കൂട്ടുക. 1ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ 8. ഇനി മറ്റ് 2 പ്ലേസസിലുള്ള 5ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 8. ഈ കിട്ടിയ 2ഉം കൂടെ കുറയ്ക്കുക. 8 - 8 0. 0 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 0നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫറൻസ് മീൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ആ സംഖ്യ നമുക്ക് 1573 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. നമുക്ക് ഒരു എക്സാമ്പിളോടെ നോക്കാം. 9 1 7 4 ഈ നമ്പറിനെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഓഡ് പ്ലേസസിലുള്ള നമ്പർ എടുക്കുക. 9ഉം 7ഉം 9 7ഉം കൂടെ കൂട്ടുക. 9 7ഉം കൂടെ കൂട്ടുമ്പോൾ 16 എന്ന് കിട്ടും. 1ഉം 4ഉം കൂടെ കൂട്ടുക. 1ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 5 എന്ന് കിട്ടും. കിട്ടിയ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. 16 - 5 നമുക്ക് 11 എന്ന് കിട്ടും. 11 എന്ന് പറയുന്ന സംഖ്യയെ 11 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിഫറൻസ് കുറച്ചപ്പോൾ കിട്ടിയ സംഖ്യയെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് തന്നിരിക്കുന്ന 9 1 7 4 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, പൂർണ്ണമായും നമുക്കതിനെ ഹരിക്കാനായിട്ട് പറ്റും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയെയും നമുക്കതിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ട് നമുക്കതിനെ എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം. 8 എന്ന് പറയുന്ന സംഖ്യ. 8 നമുക്കറിയാം. 8നെ നമുക്ക് 2 × 4 എന്ന് എഴുതാം. ഈ 4 നമുക്ക് 2 × 2 × 2, അതായത് 4 എന്ന് പറയുന്നത് 2 × 2. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ പൊതുവേ ചെയ്യുക 8നെ ഇങ്ങനെ 2 കൊണ്ട് ഭാഗിക്കുന്നു. 2 കൊണ്ട് 4 വട്ടം, 4 2 പോകും 2 വട്ടം. അപ്പോൾ 8 എന്ന് പറയുന്നത് 8 = നമ്മൾ 2 × 2 × 2 എന്ന് എഴുതും. ഈ 2 എത്ര വട്ടം ഉണ്ട്? 1 2 3. അതിന് നമ്മൾ 2⁻³ അഥവാ 2³ എന്നൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പ്രൈം നമ്പറുകളുടെ ഫാക്ടേഴ്സായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. വേറൊരു സംഖ്യ എഴുതാൻ നമുക്ക് 625. 625നെ പ്രൈം ഫാക്ടറിൽ എഴുതണം. നമ്മൾ 625നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. നമ്പർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 5ൽ പോകുന്ന സംഖ്യയാണ്. 5 പോകുമ്പോൾ 1 വട്ടം, ശിഷ്ടം 1, 5 2 10, 10 പോയിട്ട് ശിഷ്ടം 2, 5 5 25. എഗെയിൻ ഇത് അവസാനിക്കുന്നത് 5ലാണ്. 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. 12, 5 2 10, 10 വട്ടം 12 ഉണ്ട്. ബാക്കി ശിഷ്ടം 2, 5, 25 എഗെയിൻ 5ൽ പോവും. 5 × 5. അപ്പം നമുക്ക് 625നെ 5 × 5 × 5 × 5 എന്ന് എഴുതാം. മൊത്തം എത്ര 5 ഉണ്ട്? 4 എണ്ണം. അപ്പോൾ ഇതിന് നമുക്ക് 5⁻⁴. ഈ പവറിൽ എഴുതുന്നതിന് നമ്മൾ raised to എന്ന് പറയാറുണ്ട്. 5⁻⁴ എന്ന് നമുക്ക് ഈ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറൊരെണ്ണം നോക്കാം. 248. 248ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ ഈ 2 4 8നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. നമ്പർ അവസാനിക്കുന്നത് 8ലാണ്. ഏറ്റവും ചെറിയ പ്രൈം എന്ന് പറയുന്നത് 2. ഈ സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം 2ആണ്. 2 1 വട്ടം, 4 2 വട്ടം, 8 4 വട്ടം. എഗെയിൻ ഈ സംഖ്യ 2ൽ പോവും. 6 2 12, 2 2 4.
എഗെയിൻ 2 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 2 6 1. 31 എന്ന് പറയുന്ന സംഖ്യ ഒരു പ്രൈമാണ്. അത് ഒരു 1ൻ്റെ ടേബിളിൽ 31ന് നമ്മൾ 1 × 31 ചെയ്യുമ്പോൾ മാത്രമേ 31 കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? 2 × 2 × 2 × 31. മൊത്തം എത്ര 2 ഉണ്ട്? 3. അപ്പോൾ 2³ × 31. ഇതാണ് നമ്മുടെ 248ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 32,475-ൽ 4ൻ്റെ മുഖവില എത്ര? മുഖവില എന്ന് പറയുന്നത് ഫേസ് വാല്യൂ. ഒരു സംഖ്യയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില ചോദിച്ചാൽ ആ സംഖ്യ തന്നെയാണ്. ഈ 4 എവിടെയാണോ കിടക്കുന്നത് അതൊന്നും നിങ്ങൾ നോക്കേണ്ട. മുഖവില അഥവാ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. ഇനി 52,341-ൽ 3ൻ്റെ സ്ഥാനവില എത്ര? സ്ഥാനവില എന്ന് പറയുന്നത് പ്ലേസ് വാല്യൂ ആണ്. അപ്പോൾ അയാൾ കിടക്കുന്ന സ്ഥാനം നമ്മൾ നോക്കണം. 3 കിടക്കുന്നത് എവിടെയാണ്? ഇവിടെ നമ്മൾ മലയാളത്തിൽ ഇത് കൗണ്ട് ചെയ്യുമ്പോൾ 1 10 100 100ൻ്റെ പൊസിഷനിലാണ് 3 ഉള്ളത്. അതുകൊണ്ട് 3ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 300. ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കുക. 3 6 7 5 1 4 9-ൽ 5ൻ്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഡിഫറൻസ്, അതായത് അവരെ തമ്മിൽ കുറയ്ക്കുക എന്നർത്ഥം. അപ്പോൾ 5ൻ്റെ സ്ഥാനവിലയും 5ൻ്റെ മുഖവിലയുമാണ് ചോദിച്ചിരിക്കുന്നത്. 5ൻ്റെ സ്ഥാനവില, സ്ഥാനം എന്ന് പറയുമ്പോൾ 5ൻ്റെ പൊസിഷൻ നമ്മൾ നോക്കണം. 5 വന്നിരിക്കുന്നത് എവിടെയാണെന്ന് മലയാളത്തിൽ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 10 100 1000 1000ൻ്റെ പൊസിഷനിലാണ് 5. അപ്പോൾ 5ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 5000-ഉം 5ൻ്റെ മുഖവില എന്ന് പറയുന്നത് 5. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ചോദ്യം. വ്യത്യാസം കണ്ടുപിടിക്കാൻ സ്ഥാനവിലയും മുഖവിലയും തമ്മിൽ കുറയ്ക്കുമ്പോൾ 4995 നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ബോർഡ് മാസ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബോർഡ് മാസിനെ പറ്റി. ബോർഡ് മാസിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റ് ഓഫ് ചെയ്യുക, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഓർഡറിൽ വേണം നമ്മൾ ഓപ്പറേഷൻസ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട്. ബ്രാക്കറ്റ് ഓഫ് ചെയ്യുക, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. നമുക്കെടുത്ത് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. ഇതിൻ്റെ വില, അതായത് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്തോട്ട് ചെയ്യേണ്ടത് ഓരോരോ ബ്രാക്കറ്റായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വരിക, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ വരിക. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഈ കേർലി ബ്രാക്കറ്റിനകത്ത് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് 25 - 33. 25 എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യയാണ്. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇവിടെ വലുതെന്ന് പറയുന്നത് 33. 33ൻ്റെ തൊട്ട് മുൻപുള്ള ചിഹ്നം മൈനസ്. അപ്പോൾ ആ സംഖ്യയാണ് നമുക്ക് ഉത്തരവായിട്ട് വരുന്നത്. 33-ൽ നിന്ന് 25 കുറച്ചാൽ 8 കിട്ടും. വലുതിൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ -8 ഉത്തരം. ഇനി അടുത്ത് നമുക്ക് ബ്രാക്കറ്റ് കിടക്കുന്നത് ഈ രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്ത് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ട് -5 × 4 ഇങ്ങനെ മൈനസും കൂടി ഇങ്ങനെ വന്നാൽ ഈ മൈനസും കൂടെ നമ്മൾ പ്ലസ് ആക്കും. അപ്പോൾ മൈനസും കൂടെ പ്ലസ് വരും 6. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ. കാരണം ബോർഡ് മാത്സിലുണ്ട് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാവുള്ളൂ? അഡീഷൻ. ഒരിക്കലും നിങ്ങൾ 6ഉം 4ഉം കൂടെ കൂട്ടിയിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്, അത് തെറ്റാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ. 5 × 4 5 × 4 20. ഇവിടെ 5ൻ്റെ കൂടെ മൈനസ് ഉള്ളത് കൊണ്ട് -20 + 6. ഇനി ഇത് ചെയ്യണം. ഡിഫറൻറ്റ് സൈനാണ്, വ്യത്യസ്തമായ ചിഹ്നങ്ങൾ, മൈനസും പ്ലസും. ഇങ്ങനെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ എന്ത് ചെയ്യുക? ഡിഫറൻറ്റ് സൈൻ വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ ഡിഫറൻറ്റ് സൈൻ വന്നാൽ, വ്യത്യസ്തമായ ചിഹ്നം വന്നാൽ കുറയ്ക്കുക. 20-ൽ നിന്ന് 6 പോയാൽ നമുക്ക് 14 കിട്ടും. ഇവിടുത്തെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 20 ആണ്. 20ൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ -14. ഇനി അടുത്ത് നമുക്ക് ബ്രാക്കറ്റ് കിടക്കുന്നത് -27 + 13. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, വ്യത്യസ്തമായ ചിഹ്നം. മൈനസും പ്ലസും കൂടെ വന്നാൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. 27-ൽ നിന്ന് 13 പോയാൽ 14 വലിയ സംഖ്യ 27, അതിൻ്റെ ചിഹ്നം -14. ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്, സെപ്പറേറ്റ് ചെയ്തത്. ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് അങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റിനകത്ത് 20 -25 -33 കൂടെ ചെയ്തപ്പോൾ നമുക്ക് -8 കിട്ടിയത്. -8 ഡിവൈഡഡ് ബൈ -5 × 4 + 6. ഈ ബ്രാക്കറ്റിനകത്തുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. -14 പ്ലസ്
ഇവിടുത്തെ പ്ലസ് ഇവിടുത്തെ പ്ലസ് അടുത്ത 56 ഡിവൈഡഡ് ബൈ ഈ ബ്രാക്കറ്റിലുള്ള ഉത്തരവ് നമ്മൾ കണ്ടുപിടിച്ചു -14. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ രണ്ട് മൈനസ് അടുത്തടുത്ത് വന്നാൽ ഈ മൈനസിനെയും കൂടെ നമ്മൾ പ്ലസ് ആക്കും. അപ്പോൾ 20 + 8 ഈ ഡിവിഷനെ നമുക്ക് ഡിവൈഡഡ് ബൈ -14 പ്ലസ് 56 ഡിവൈഡഡ് ബൈ -14. ഇനി 20 + 8 എന്ന് പറയുന്നത് 28. അപ്പോൾ 28 ബൈ -14 പ്ലസ് 56 ബൈ -14. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന മൈനസിനെ നമുക്ക് ന്യൂമറേറ്ററിലോട്ടാക്കാം. അപ്പം നമ്മൾ ഫ്രാക്ഷൻസ് പഠിച്ചിട്ടില്ല, നമ്മൾ ഇനിയേ ഫ്രാക്ഷൻസ് പഠിക്കുകയുള്ളൂ. എങ്കിലും ഇങ്ങനെ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ്റെ മുകളിലുള്ള ആളെ നമ്മൾ ന്യൂമറേറ്റർ എന്നും ഡിവിഷനിലുള്ള ആളെ നമ്മൾ താഴെയുള്ള ആളെ നമ്മൾ ഡിനോമിനേറ്റർ എന്നും പറയും. അപ്പോൾ ഈ മൈനസിന് നമുക്ക് ന്യൂമറേറ്റർ മുകളിലുള്ള ആൾക്ക് കൊടുക്കുക. അപ്പോൾ -28 ബൈ 14 പ്ലസ് -56 ബൈ 14. നമ്മൾ ഫ്രാക്ഷൻ്റെ സെക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. എങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ ഡിനോമിനേറ്റർ താഴെ തന്നിരിക്കുന്ന സംഖ്യ തുല്യമാണെന്നുണ്ടെങ്കിൽ അത് രണ്ടു പേർക്കും കൂടെ ഒന്നിച്ചെഴുതുക. എന്നിട്ട് മുകളിലുള്ളവർ അതുപോലെ -28 പ്ലസ് -56. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞായിരുന്നു മൈനസും കൂടെ അടുത്ത് വരുമ്പോൾ നമുക്കതിനെ പ്ലസ് ആക്കാമെന്ന്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ പ്ലസ്സും മൈനസും ആണ്. പ്ലസ്സും മൈനസും അടുത്തടുത്ത് വന്നാൽ അതിനെ നമ്മൾ മൈനസ് ആക്കും. അപ്പോൾ ഇവിടുത്തെ പ്ലസ്സും മൈനസും കൂടെ ചേർന്ന് -28 -56 ബൈ 14. അപ്പം മൈനസ് ഒരേ ചിഹ്നം വന്നാൽ ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം നമ്മളിവിടെ പറഞ്ഞായിരുന്നു വ്യത്യസ്തമായ ചിഹ്നം മൈനസും പ്ലസും വ്യത്യസ്തമായ ചിഹ്നമാണ് വരുന്നതെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം. എന്നാൽ ഒരേ ചിഹ്നമാണ് വരുന്നതെങ്കിൽ സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം. 28ഉം 56ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 84 എന്ന് കിട്ടും. -84 ബൈ 14. 14 നമ്മൾ 84നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 6 എന്ന് ഉത്തരം കിട്ടും. ഇവിടെ ഉള്ള മൈനസ് അതുപോലെ. അപ്പം -6. അടുത്ത ക്വസ്റ്റ്യൻ ഇതിനെ സോൾവ് ചെയ്തിട്ട് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ സംഖ്യയെ 185 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ്. ഇതിനെ നമുക്ക് 62,160നെ 185 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. എഗെയിൻ അതിനെ എന്ത് ചെയ്യുക? 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ നമുക്ക് ഇൻറ്റു ഡിനോമിനേറ്ററിൽ, അതായത് താഴെ നമുക്ക് 185 × 24 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്തിട്ട് അതിനെ ഈ ന്യൂമറേറ്ററിലെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കരുത്. അത് വലിയൊരു ടാസ്ക്കാണ്. ഇൻറ്റു ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ 62,160നെ നമുക്ക് 6,216 × 10 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 185 × 24നെ നമുക്ക് 6 × 4 എന്ന് എഴുതാം. ഇനി 6,216നെ നമുക്കൊന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 6,216 അത് നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ഇത് 6, അതായത് ഇപ്പോൾ 2ലൊക്കെ പോയി ഈ സംഖ്യ 2ൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് 2ൽ പോവും. 3ൽ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 3ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചു. എല്ലാം കൂടെ കൂട്ടുക. 6 2 8, 8 1 9, 9 6 15. ഇത് 15 3ൻ്റെ ടേബിളിലുണ്ട്, അല്ലെങ്കിൽ 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇത് തീർച്ചയായും 3ൽ പോകും. അപ്പോൾ 2ലും 3ലും ഈ സംഖ്യ പോകും. അപ്പോൾ 2ലും 3ലും പോയി കഴിഞ്ഞാൽ ഈ സംഖ്യ ഏതിൽ പോകും? 6ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം നമുക്കൊന്ന് 6ൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. 6ൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സംഖ്യ 6 ഒരു വട്ടം, 2 6നെക്കാളും ചെറുതാണ്, 2 പോവില്ല. അപ്പോൾ നമ്മൾ 21 ഒന്നിച്ചെടുക്കുമ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുക. 21 എത്ര വട്ടം പോവും? 6 3 18. 21ൽ നിന്ന് 18 പോയ ശിഷ്ടം 3, ബാക്കി 36. അപ്പോൾ 6 6 36. ഇനി അടുത്ത ഈ സംഖ്യ എത്രയിൽ പോകും നമുക്ക് കണ്ടുപിടിക്കാം. ഈ സംഖ്യ എത്രയിൽ പോവും? 4ൽ പോകും. നമുക്ക് ചെക്ക് ചെയ്യാം. 4ൽ പോകണമെങ്കിൽ അവസാനത്തെ 2 സംഖ്യ 4ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് അവസാനത്തെ 2 സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഈ തന്നിരിക്കുന്ന സംഖ്യ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 36 എന്ന് പറയുന്ന 4ൻ്റെ ടേബിളിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 എത്ര വട്ടം പോവും? 2 വട്ടം. 4 × 2 8. 10ൽ നിന്ന് 8 പോയ ശിഷ്ടം 2. ഇനി ഇത് എത്ര വട്ടം പോവും? 23 5 വട്ടം പോവും. 5 4 20, ശിഷ്ടം 3. 36 9 വട്ടം പോവും. അപ്പോൾ 259. അപ്പോൾ നമുക്ക് നോക്കിയാൽ 6,216 6 × 4
ഇൻറ്റു 259 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇതിനെ ഇനി 6216 6 ഇൻറ്റു 4 ഇൻറ്റു 259, ഇവിടെ മിച്ചം വന്ന 10, ഡിനോമിനേറ്ററിൽ 185 ഇൻറ്റു 6 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 6 ഇൻറ്റു 4 കോമൺ ആയിട്ട് വെട്ടിക്കളയാം. മുകളിലും താഴെയും കിടക്കുന്ന ആൾക്കാർ നമുക്ക് വെട്ടാം. ഇനിയുള്ളത് 259 185. അപ്പോൾ അത് ചെയ്യാനായിട്ട് 10 എന്ന് പറയുന്ന ആളിൽ നമുക്ക് 5 വെട്ടാൻ പറ്റും. അതുപോലെ 185 നമുക്ക് 5 വെട്ടിക്കളയാം. അപ്പോൾ ഇത് 10 5 2 വെട്ടം പോവും. ഇത് 5 പോവും, 5 18, 5 വെട്ടം പോവും, 5 3 15, ശിഷ്ടം 3 വരും, 7 5 35. അപ്പോൾ ഇനി നമുക്ക് 2 കൊണ്ട് 37നെയോ വെട്ടാൻ പറ്റൂല. അപ്പോൾ ഇനി നമുക്ക് 37 259 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് 37നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും നമുക്ക് 259 എന്ന് പറയുന്ന ഉത്തരം കിട്ടുക എന്ന് നോക്കാം. അപ്പം 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7ൻ്റെ ടേബിളിൽ 9 നമുക്ക് ലാസ്റ്റ് കിട്ടണം. അപ്പോൾ 7ൻ്റെ ടേബിൾ നോക്കുമ്പോൾ 1 7 7 2 7 14 3 7 21 4 7 28 7 5 35 അങ്ങനെ പോകുമ്പം അവിടെ നമുക്ക് 49, ഇവിടെ 42 ഉണ്ട്, അത് കഴിഞ്ഞ് 49. അപ്പോൾ 9ൽ എൻഡ് ചെയ്യണമെങ്കിൽ 7 ഇൻറ്റു 7 ആണ് 49 കിട്ടുക. അപ്പോൾ നമുക്കിവിടെ 7 കൊണ്ട് ഗുണിച്ച് നോക്കാം. അപ്പോൾ 7 ഇൻറ്റു 7 49, 9 ശിഷ്ടം 4, 7 3 21 4 25. അപ്പോൾ നമുക്ക് 37നെ 7 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 259 കിട്ടുന്നത്. അപ്പോൾ 37ഉം 259 കൂടെ വെട്ടി നമുക്ക് 7 വട്ടമാക്കാം. ഇനി നമുക്ക് മിച്ചമുള്ള സംഖ്യ 7ഉം 2. അപ്പോൾ 7 ഇൻറ്റു 2 = 14 ഇതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പം ഈ 5⁴ എന്ന് പറയുന്നത് 2 വട്ടം, അതായത് ഇതൊരു ടേം, ഇത് മറ്റൊരു ടേം, മൈനസ് കൊണ്ടോ പ്ലസ് കൊണ്ടോ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. മൊത്തം ഇവിടെ 2 ടേം ഉണ്ട്. ഈ 2 ടേംസിലും 5⁴ എന്ന് പറയുന്ന 2 പേർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് 5⁴ എന്ന് പറയുന്ന ആൾ നമുക്കിങ്ങ് പുറത്തെടുക്കാം, അതായത് കോമൺ ആയിട്ട് വെളിയിലെടുക്കുക എന്ന് പറയും. പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ 5⁴ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 64, ഇവിടെ ഉള്ളത് 16 = 5⁴ ഇൻറ്റു 64 നിന്ന് 16 പോയാൽ 48. 5⁴ ഉത്തരം നമുക്ക് വേണം. 5⁴ എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 4 വട്ടം 5, 5 5 25, ഇതും 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 25 എന്ന് പറയുന്നത് 625. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിച്ച് വെക്കുക. ഇപ്പം 11 ഇൻറ്റു 11 എന്ന് പറയുന്നത് 121 ആണ്, അതായത് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് നമ്മൾ പറയും. ഇനി 12 ഇൻറ്റു 12ൻ്റെ വാല്യൂ 13 ഇൻറ്റു 13, ഇങ്ങനെയുള്ള കുറച്ച് നമ്പേഴ്സ് നമ്മൾ പഠിച്ച് വയ്ക്കുക. അതിലൊരെണ്ണമാണ് 25 ഇൻറ്റു 25, ഉത്തരം 625. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ 25 ഇൻറ്റു 25 കണ്ടുപിടിച്ചാലും മതി. സമയം ഒരുപാട്, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ കാണാതെ പഠിച്ച് വെച്ചാൽ സമയം ഒത്തിരി നമുക്ക് ലാഭിക്കാൻ പറ്റും. 625 ഇൻറ്റു 48 ഗുണിക്കുമ്പോൾ നമുക്ക് ഉത്തരം 30,000. 30,000 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ.